ഇരിമ്യാവ് 27 അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യോസിയാവിന്റെ മകനായി യഹൂദാ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ ആരംഭത്തെങ്കിൽ യഹോവയിൽ നിന്ന് ഇരിമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, നീ കയറും നുകവും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വെക്കുക. പിന്നെ അവയെ യഹൂദാ രാജാവായ സിദെക്കീയാവിന്റെ അടുക്കൽ വരുന്ന ദൂതന്മാരുടെ കയ്യിൽ ഏദോം രാജാവിനും മോവാബ് രാജാവിനും അമ്മോന്യരുടെ രാജാവിനും സോർ രാജാവിനും സീദോൻ രാജാവിനും കൊടുത്തയച്ച് തങ്ങളുടെ യജമാന്മാരോട് പറവാൻ നീ അവരോട് കൽപ്പിക്കേണ്ടത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ യജമാന്മാരോട് ഇപ്രകാരം പറവിൻ, ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാൻ അത് കൊടുക്കും. ഇപ്പോഴോ ഞാൻ എന്റെ ഈ ദേശങ്ങളെയൊക്കെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അവനെ സേവിക്കേണ്ടതിനും വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. സകല ജാതികളും അവനെയും അവന്റെ മകനെയും മകന്റെ മകനെയും അവന്റെ ദേശത്തിന്റെ കാലവധി ആകുവോളം സേവിക്കും. അതിന്റെ ശേഷം അനേക ജാതികളും വലിയ രാജാക്കന്മാരും അവനെയും കൊണ്ട് സേവ ചെയ്യിക്കും. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കുകയോ ബാബേൽ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തുകയോ ചെയ്യാത്ത ജാതിയെയും രാജ്യത്തെയും ഞാൻ അവന്റെ കൈകൊണ്ട് അവരെ മുടിച്ചു കളയും വരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാർക്കും പ്രശ്നക്കാർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ സഹനവാദികൾക്കും ശുത്രക്കാർക്കും ചെവി കൊടുക്കരുത്. നിങ്ങളെ നിങ്ങളുടെ ദേശത്ത് നിന്ന് അകറ്റിക്കളവാനും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ നശിച്ചു പോകുവാനും ഇടയാകാത്തവണ്ണം അവർ നിങ്ങളോട് പോർക്ക് പ്രവചിക്കുന്നു. എന്നാൽ ബാബേൽ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെ സേവിക്കുന്ന ജാതിയെ ഞാൻ അവരുടെ ദേശത്ത് തന്നെ വശിക്കുമാറാക്കും. അവർ അതിൽ കൃഷി ചെയ്ത് അവിടെ പാർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അങ്ങനെ തന്നെ യഹൂദാ രാജാവായ സിദെക്കീയാവോട് പ്രസ്താവിച്ചതെന്തെന്നാൽ, നിങ്ങൾ ബാബേൽ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെയും അവന്റെ ജനത്തെ സേവിച്ച് ജീവിച്ചു കൊള്ളുവിൻ. ബാബേൽ രാജാവിനെ സേവിക്കാത്ത ജാതിയെക്കുറിച്ച് യഹോവ അരുളി ചെയ്തതുപോലെ നീയും നിന്റെ പ്രജകളും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കുന്നതെന്തിന്? നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുതേ. അവർ പോഷ്കത്രേ നിങ്ങളോട് പ്രവചിക്കുന്നത്. ഞാൻ അവരെ അയച്ചിട്ടില്ല, എങ്കിലും ഞാൻ നിങ്ങളെ നീക്കിക്കളവാനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിച്ചു പോകുവാനും തക്കവണ്ണം അവർ എന്റെ നാമത്തിൽ പോഷ്ക് പ്രവചിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ ഞാൻ പുരോഹിതന്മാരോടും ഈ സകല ജനത്തോടും പ്രസ്താവിച്ചതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം വക ഉപകരണങ്ങൾ ഇപ്പോൾ ക്ഷണത്തിൽ ബാബേലിന് തിരികെ കൊണ്ടുവരും എന്നിങ്ങനെ പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുതേ. അവർ പോഷ്കത്രേ നിങ്ങളോട് പ്രവചിക്കുന്നത്. അവർക്ക് ചെവി കൊടുക്കരുത്. ബാബേൽ രാജാവിനെ സേവിച്ച് ജീവിച്ചു കൊള്ളുവിൻ. ഈ നഗരം ശൂന്യമായി തീർന്നെന്തിന്? അവർ പ്രവാചകന്മാരാകുന്നു എങ്കിൽ യഹോവയുടെ അരുളപ്പാട് അവർക്കുണ്ടെങ്കിൽ യഹോവയുടെ ആലയത്തിലും യഹൂദാ രാജാവിന്റെ അരമനയിലും യെരൂശലേമിലും ശേഷിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ബാബേലിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് അവർ സൈന്യങ്ങളുടെ യഹോവയോട് പക്ഷപാതം കഴിക്കട്ടെ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെഹോയാക്കീമിന്റെ മകനായി യഹൂദാ രാജാവായ യെഖൊന്യയെയും യഹൂദയിലും യെരൂശലേമിലുമുള്ള സകല കുലീനന്മാരെയും യെരൂശലേമിൽ നിന്നും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടു പോയപ്പോൾ അവൻ എടുക്കാതെ വെച്ചിരുന്ന സ്തംഭങ്ങളെയും കടലിനെയും പീഠങ്ങളെയും ഈ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷ ഉപകരണങ്ങളെയും കുറിച്ച് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതെ, യഹോവയുടെ ആലയത്തിലും യഹൂദാ രാജാവിന്റെ അരമനയിലും യെരൂശലേമിലും ശേഷിപ്പുള്ള ഉപകരണങ്ങളെ കുറിച്ച് തന്നെ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവയെ ബാബേലിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവരെ സന്ദർശിക്കുന്ന നാൾ വരെ അവ അവിടെ ഇരിക്കും. പിന്നത്തേതിൽ ഞാൻ അവയെ ഈ സ്ഥലത്ത് മടക്കി വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോർ.